ആരാണ് അങ്ങ് ഏലായിക്കൂടെ ഒരു കസേര തലയിൽ വെച്ചോണ്ട് പോണു? മുഖം കണ്ടൂടല്ലോ. കസേര വെച്ച് മുഖം മറച്ചാണല്ലോ നടത്തം. വരമ്പീന്ന് മേലോട്ട് കയറിയല്ല. അത് നമ്മുടെ കുട്ടപ്പനല്ലേ? ശരിയാണല്ലോ. അവൻ എന്തിനാ കസേരയും തലയെ ചുമന്നോണ്ട് പോണത്? ചിലപ്പോ തെക്കും തലക്കല വയലിന്റെ വരമ്പത്തിട്ടിരിക്കാനായിരിക്കും. കസേരയായിട്ട് കാവലിരിക്കാൻ അവിടെ നിലം കൃഷിയൊന്നും ഇല്ലല്ല. ഒന്ന് വിളിച്ചു ചോദിക്കാം. ഫോൺ എടുക്കട്ടെ. ഫോണോ? ഫോണിലെ വിളിയല്ല, നമ്മുടെ തനത് നാട്ടുവിളി. ഓയ് ഓയ് ഡേയ് കുട്ടപ്പാ. എന്തോ ചേട്ടാ? നീ എന്തടേ കസേര തലയിൽ കമഴ്ത്തി മുഖം മറച്ച് നടന്നു പോണത്? ഒരുപാട് പേര് ഇന്ന് കടം വാങ്ങിയിട്ടുണ്ടോ? വല്ല പൊളിച്ചും പതുങ്ങിയും പോകുന്നോണ്ട് ചോദിച്ചതാ. എന്തോന്ന് ചേട്ടാ ഇങ്ങനെ മനസ്സറിയാത്ത കാര്യങ്ങൾ പറയല്ലേ? ഒരു കസേര കിട്ടി ചുളുവില്, അതങ്ങ് വീട്ടിൽ കൊണ്ടിട്ടേക്കാന്ന് വിചാരിച്ച അത്രേ ഉള്ളൂ. ഓഹോ, ഞാൻ വിചാരിച്ച് കസേര പണയം വെക്കാൻ കൊണ്ട് നടക്കുകയാണെന്ന്. അത് അവിടുന്നും പോയി. ചേച്ചി, ഇക്കാലത്ത് ആരെങ്കിലും കസേര പണയം വയ്ക്കുകയോ പണയത്തിൽ എടുക്കുകയോ ചെയ്യുമോ? അത് പോട്ട്, ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് പറ. ചേട്ടാ സൗജന്യമായിട്ട് തന്നെ. കസേര മാത്രമല്ല, കൂടെ കുറെ ഇടിയും തൊഴിയും ഒക്കെ കിട്ടി. ഈഞ്ച പരുവാവും മുമ്പേ വെളിയിൽ ചാടി. ചാടിയ പാടെ കസേരയും തലയിൽ വെച്ചൊരൊറ്റ ഓട്ടം. നമ്മുടെ ഏലാക്കരയിൽ വന്നിട്ടാണ് ശ്വാസം വിട്ടത്. ശ്വാസം ഒന്നും മനസ്സിലാവണില്ലല്ലോ. നീ തെളിച്ച് പറ വിട്ടാ. ഇടിയും തൊഴിയും കിട്ടാ നീ മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ. മോഷണം ഇതിനേക്കാൾ എന്ത് എളുപ്പം ചേച്ചി. നീ കാര്യം പറയടേ. അണ്ണാ, നമ്മുടെ ചിരട്ടക്കോണം മുക്കിലെ ആ വലിയ ഹാളുണ്ടല്ലോ, അവിടെ വച്ച് MMMന്റെ മീറ്റിംഗ് ആയിരുന്നു. എന്തോന്ന് MMM? അതെന്തോന്നടാ കുട്ടപ്പാ? അണ്ണ ഈ നാട്ടിലല്ലേ അണ്ണാ ജീവിക്കുന്നത്? MMM എന്ന് പറഞ്ഞ മലയാളി മക്കൾ മണ്ഡലം പുതിയ പാർട്ടി. അങ്ങനെയൊരു പാർട്ടിയാ? അണ്ണാ, ഇതാണ് ഇവിടുത്തെ പുതിയ രാഷ്ട്രീയ പാർട്ടി. അവരുടെ മീറ്റിംഗ് ആയിരുന്നു. പുതിയ പാർട്ടി എങ്കിൽ എന്തോരു കൂട്ടം. ഹാളിലാണെങ്കിൽ നിന്ന് തിരിയാൻ ഇടവില്ല. അതെങ്ങനെയാടേ കുട്ടപ്പാ പുതിയൊരു പാർട്ടി മീറ്റിംഗിൽ ഇത്രയും ആള് വന്നു കൂടുന്നത്? ടേക്ക് യുവർ സീറ്റ്. ഹാളിന്റെ വാതുക്കൽ കാണാം ഇങ്ങനെ ഒരു ബോർഡ്. നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിക്കുക. ബോർഡ് കണ്ട് ജന ഇടിച്ചു കയറി. പളപളാന്ന് തിളങ്ങുന്ന പുത്തൻ കസേരകൾ നിരത്തിയിട്ടിരിക്കല്ലേ ഹാളിനകത്ത്. ജനം അങ്ങോട്ട് ചെന്ന് കയറി കസേര കളി തുടങ്ങി. കസേര കളിയാ? നമ്മൾ ഇരിക്കുന്ന കസേര നമുക്ക് സ്വന്തം. എന്താന്നടേ? നമ്മളിരിക്കും കസേരയെല്ലാം നമ്മുടേതാകും. ഏത്? എന്നിട്ട് വന്നവർക്കെല്ലാം കസേര കിട്ടിയോടെ? എവിടെന്ന്? ഇരിക്കുന്നതിന്റെ ഒരരട്ടി ആളുകള് മുന്നിലും പിന്നിലും വശത്തും ഒക്കെ പാത്ത് നിൽക്കുന്നുണ്ട്. ഇരിക്കുന്ന ആരെങ്കിലും അറിയാതൊന്ന് മൂരി നിവർക്കാൻ എണീറ്റ അപ്പ ചാടി വീഴും നിൽക്കുന്നവര് കസേര കൈയടക്കാനേ. അധികാര രാഷ്ട്രീയത്തിന്റെ ആദ്യ പരിശീലന കളരി ഇത് കേരളം തന്നെയാണോ? അണ്ണ, എന്തൊരു അച്ചടക്കമായിരുന്നു. മീറ്റിംഗ് കഴിയുന്നത് വരെ ഒറ്റൊരുത്തൻ കസേര വിട്ടെഴുന്നേറ്റില്ല. എങ്ങനെ എഴുന്നേക്കും? മൂത്രപ്പുരയെ പോലും പോയില്ലെന്നൊരുത്തനും. സാധാരണ മീറ്റിങ്ങിനൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് ഒരാള് വന്ന് അത്ര തന്നെ. ഇത് ഓരോ വീട്ടിൽ നിന്ന് 8-10 പേരാണ് വന്നത്. യോഗം കഴിഞ്ഞതും ആകെ അലങ്കോലം. കസേരയ്ക്ക് പിടിയും വലിയും ഉന്തം തള്ളും ഓട്ടവും ചാട്ടവും ബഹളമയം. എല്ലാം കഴിഞ്ഞ് തലച്ചുമടായും ഓട്ടോ പിടിച്ചും സൈക്കിളിൽ വച്ച് കെട്ടിയൊക്കെ കസേര കൊണ്ടുപോകുന്നത് കാണാൻ തന്നെ എന്തൊരു ചേലായിരുന്നറിയൂ. യോഗം കഴിയുന്നത് വരെ സ്വന്തം ഉപയോഗം, യോഗം കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലുപയോഗം. കൊള്ളാലോ പുതിയ മലയാളി മക്കൾ മന്ത്രം. മന്ത്രം അല്ലണ്ണ, മന്ത്രം. അത് തന്നെ. എന്തായാലും ഈ കസേരകളി അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ എന്നാണ് അറിയേണ്ടത്. ഒന്നും പ്രവചിക്കാൻ പറ്റൂലണ്ണ. കസേര കിട്ടിയവര് അതും കൊണ്ട് പോയ വഴി പുല്ലുപോലും കുരുക്കുമെന്ന് തോന്നുന്നില്ല. ഒടുക്കം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും. പിന്നണിയിൽ രാജ്മോഹൻ കൂവളശ്ശേരി, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ. രചന രാജ്മോഹൻ കൂവളശ്ശേരി.